ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയ ശേഖർ കുര്യാക്കോസ് നമുക്കിപ്പോൾ ചേരുകയാണ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, എങ്ങനെയാണ് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് നമുക്ക് മുന്നിൽ വന്നു, അവിടെ ഉരുൾപൊട്ടലല്ല, ഒരു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് നിലവിൽ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഒരു സാഹചര്യം? അങ്ങനെ പുഴയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ട്. ആ മഴയുടെ അനന്തരഫലമായി കഴിഞ്ഞ വർഷം ഉണ്ടായ ഉരുൾപൊട്ടലിൽ വന്ന് ഇളകിയിരിക്കുന്ന മണ്ണും ചെളിയും ഒലിച്ചു വരും. ഇത് നമ്മൾ ഈ മണ്ണും ചെളിയും മാറ്റുന്നതിന്റെ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഡെബ്രി, ഇതിൽ വന്നിട്ടുള്ള ഡെബ്രി ഒന്നോ രണ്ടോ സീസൺ മഴ കൊണ്ട് മാത്രമേ ഒലിച്ചു പോകൂ. ഈ മണ്ണ് അവിടെ ഇടിഞ്ഞ് പൊടിഞ്ഞ് ഒക്കെ കാട്ടിനുള്ളിൽ 2 കിലോമീറ്ററോളം കാട്ടിനുള്ളിലാണ് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം. ആ സ്ഥലത്ത് പൊളിഞ്ഞിരിക്കുന്നതൊക്കെ പതുക്കെ പതുക്കെ ഈ മഴയത്ത് ഒഴുകി ഒഴുകി വരും. അതിന്റെ ചെളിവെള്ളമാണ് നമ്മൾ കാണുന്നത്. ആ ചെളിവെള്ളം കാണുമ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ നോഗോ സോൺ മാർക്ക് ചെയ്ത് ആ നോഗോ സോണിനുള്ള ആളുകളും ഈ പ്രദേശത്ത് വസിക്കരുത് എന്ന തീരുമാനം കൈക്കൊണ്ടത്. അത് വളരെ ശാസ്ത്രീയമായി അത് ആ ഒരു സാഹചര്യവും കൂടി കണ്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോഗോ സോണിൽ നമ്മൾ പ്രവേശിക്കാതിരുന്നാൽ കുഴപ്പമില്ല. ഇന്ന് അതിഭയങ്കരമായ മഴയുടെ പ്രവചനമല്ലായിരുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ളത്. അത്ര അതിഭയങ്കരമായ മഴയും അവിടെ പെയ്തിട്ടില്ല. 100 മില്ലിമീറ്ററിന് അടുപ്പിച്ച് മഴ പെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന മഴയെ കണക്കാക്കുമ്പോൾ അത്ര ഭയങ്കരമായ തീവ്രമായ മഴയല്ല. എന്നിരുന്നാലും മഴയുള്ള സാഹചര്യം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ഇപ്പുറത്തേക്ക് മാറ്റുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്.